ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സെറിൻ. എല്ലാവർക്കും എൻ്റെ ചാനലായ സെറിൻസ് ഓട്ടോ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 1908-നും 1927-നും ഇടയിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ഫോർഡിൻ്റെ മോഡലായ ടി എന്ന വാഹനത്തെക്കുറിച്ചിട്ടാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വെഹിക്കിൾ ഇൻ ദ ഓട്ടോമോട്ടീവ് ഹിസ്റ്ററി. കാർ ഓഫ് ദ സെഞ്ച്വറി എന്ന ടൈറ്റിൽ കിട്ടിയ ഈ മോഡൽ 15 മില്യണിൽ കൂടുതൽ യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയും സിമ്പിൾ മെക്കാനിക്സും ഇതിന് ടിൻ ലിസി എന്ന നിക്നെയിം കൂടി നേടിക്കൊടുത്തു. ഇതിൻ്റെ ഹെഡ്ലാമ്പുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രചാരത്തിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലാകും. ഇലക്ട്രിക് ബൾബുകൾ വാഹനങ്ങളിൽ പ്രചാരത്തിൽ വരുന്നതിന് മുൻപുള്ള മോഡലായതിനാൽ കാർബൈഡ് ലാമ്പുകളാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. കാൽസ്യം കാർബൈഡും വെള്ളവും മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് കത്തിച്ചാണ് ഇതിൻ്റെ ഹെഡ്ലാമ്പുകൾ പ്രകാശിപ്പിച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസിലേക്ക് കടക്കാം. 2.9 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനോട് കൂടിയ ഇതിൻ്റെ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 20 ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 72 km/h ആണ്. 2 സ്പീഡ് പ്ലാനറ്ററി ഗിയർ വിത്ത് ഫുട് പെഡൽസ് ആണ് മറ്റൊരു സവിശേഷത. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി ആകട്ടെ 5.5 km to 9 km/L ആണ്. ഇത് ഗ്യാസോലിൻ, എഥനോൾ, കെറോസിൻ എന്നിവയിലൊക്കെ ഓടും. ഹൈ ക്ലാസ് ഗ്രൗണ്ട് ക്ലിയറൻസോട് കൂടിയ ഈ വാഹനം റഫ് അമേരിക്കൻ റൂറൽ റോഡ്സിന് പറ്റിയതായിരുന്നു. 1908 ഇതിൻ്റെ വില $825 ആയിരുന്നു. അത് ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ $25,000 വരും. അതായത് ഇന്ത്യൻ റുപ്പീസ് വെച്ച് നോക്കിയാൽ 20 ലക്ഷം ആകും. 1925 ഫോർഡിൻ്റെ മാസ് പ്രൊഡക്ഷൻ കാരണം വില $825 നിന്നും $260 താഴ്ന്നു. അതായത് ഇന്നത്തെ ഏകദേശം INR 4.5 ലക്ഷം. പിന്നെ ഞാനിതിൽ 2-3 ടി മോഡൽ കാർസാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഞാൻ ഇതിൻ്റെ ബോഡി മാറ്റിക്കഴിഞ്ഞുള്ള ഇതിൻ്റെ മെക്കാനിസവും കാണിച്ചിട്ടുണ്ട്. അതായത് ഷാസി, എൻജിൻ, പിന്നെ സം കമ്പോണൻസ്. പിന്നീട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇനിയും ഇതേപോലുള്ള വാഹനങ്ങളുടെ വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരാണോ എൻ്റെ ഈ ചാനൽ കാണുന്നത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രയും ചെയ്യണം. അതുമാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പഴയ ക്ലാസിക് കാർസ് മാത്രമല്ല, പുതിയ കാറുകളുടെ ഡീറ്റെയിൽസുമായിട്ടും വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. See you tomorrow. Till then, goodbye.